നമസ്കാരം. പാരാഫാരിഞ്ചൽ സ്പേസിൽ എന്തെങ്കിലും മുഴ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചികിത്സിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പാരാഫാരിഞ്ചൽ സ്പേസ് കഴുത്തിൽ എവിടെയാണെന്ന് മനസ്സിലായാൽ മാത്രമേ ബാക്കി കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോയെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പാരാഫാരിഞ്ചൽ സ്പേസിനെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളോട്ട് പറഞ്ഞുതരാം. ഈ പിക്ചറിൽ കാണുന്നതാണ് ടോൺസിൽസ്. ഇത് റിയൽ ഫോട്ടോഗ്രാഫ്. ഇതാണ് ടോൺസിൽ. അപ്പോൾ ഈ ടോൺസിൽസിന്റെ സൈഡിൽ കഴുത്തിനകത്ത് അകത്തുള്ള സ്പേസിനാണ് പാരാഫാരിഞ്ചൽ സ്പേസ്. അതായത് ഫാരിങ്സിന്റെ പാരാഫാരിഞ്ചൽ അടുത്തുള്ള സ്പേസ്. ബാക്കിലാണെങ്കിൽ റിട്രോ എന്ന് പറയും. അപ്പോൾ ഇതിനകത്തുള്ള സ്പേസിനാണ് പാരാഫാരിഞ്ചൽ സ്പേസ്. കഴുത്തിൽ ഏറ്റവും മേളിൽ കാണുന്ന രണ്ട് സൈഡിലായിട്ട് കാണുന്ന ആണ് സ്പേസ്. ഇപ്പോൾ അടുത്ത പിക്ചർ നോക്കുവാണെങ്കിൽ ഇത് നാക്ക്, ഇപ്പം എന്താ, പിന്നെ ഇത് ടോൺസിൽ. ഈ ടോൺസിലാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഈ ടോൺസിൽ, ഇത് നാക്ക്. അപ്പോൾ ഇത് നാക്ക്, ഇത് ടോൺസിൽ. ഈ ടോൺസിൽസിൻ്റെ അകത്തുള്ള സ്പേസ്. അപ്പോൾ കുറച്ചും കൂടെ നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഈ പിക്ചർ ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവാം. റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഇതാണ്ടേ, ഈ പിക്ചർ റൊട്ടേറ്റ് ചെയ്യുകയാണേ. റൊട്ടേറ്റ് ചെയ്ത് ഇപ്പം ഇത് ഈ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങനെ ആയേ. ഇപ്പോൾ ഇതാണ് ടോൺസിൽ. ഇതിൻ്റെ അകത്തുള്ള അടുത്ത പിക്ചർ നോക്കിയാട്ടെ. അടുത്ത പിക്ചറിൽ ഇതാണ് ടോൺസിൽ. ഇതാണ് ടോൺസിൽ. പിന്നെ ഇത് അകത്തുള്ള സ്ഥലം, അതാണ് പാരാഫാരിഞ്ചൽ സ്പേസ്. അതായത് ഈ സ്ഥലവും പാരാഫാരിഞ്ചൽ സ്പേസ് എന്ന് പറയും. അപ്പോൾ ഈ ഇടയ്ക്കൊരു എല്ലുണ്ട്. ആ എല്ല് സ്റ്റൈലോയിഡ് പ്രോസസ്സിന്റെ ഫ്രണ്ടിലുള്ള സ്പേസ് പ്രീ സ്റ്റൈലോയിഡ് എന്നും അതിൻ്റെ ബാക്കിലുള്ള സ്പേസിന് പോസ്റ്റ് സ്റ്റൈലോയിഡ് എന്നും പറയും. അപ്പോൾ ഈ രണ്ട് സ്പേസാണ് പാരാഫാരിഞ്ചൽ സ്പേസ് എന്ന് പറയുന്നത്. അപ്പം അഥവാ ഈ എല്ലിൻ്റെ ഫ്രണ്ടിലുള്ള സ്പേസിൽ ഒരു ക്യാൻസറോ മുഴയോ ഉണ്ടെങ്കിൽ അത് ടോൺസിൽസിന് അകത്തോട്ട് പുഷ് ചെയ്യും. ഇതാ ഈ പടത്തിൽ കാണുന്ന പോലെ. അപ്പോൾ പ്രീ സ്റ്റൈലോയിഡ് കമ്പാർട്ട്മെന്റിൽ ഒരു ക്യാൻസറോ മുഴയോ എല്ലാം ഉണ്ടെങ്കിൽ ടോൺസിൽസിന് പുഷ് ചെയ്യും. വാ തുറന്ന് നോക്കുമ്പോൾ ടോൺസിൽസ് മീഡിയലി പുഷ്ടായിരിക്കും. അങ്ങനെ അല്ല, പോസ്റ്റ് സ്റ്റൈലോയിഡ് കമ്പാർട്ട്മെന്റ് ഈ ബോണിന്റെ ബാക്കിലാണെങ്കിൽ അത് ടോൺസിന്റെ ബാക്കിലായിരിക്കും വീക്കം കാണുന്നത്. ഞാൻ പറ്റുമെങ്കിൽ ആ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ അതാണ് പ്രീ സ്റ്റൈലോയിഡും പോസ്റ്റ് സ്റ്റൈലോയിഡിന്റെ വ്യത്യാസം. അപ്പോൾ ഈ കാണുന്ന സ്പേസിൽ എന്തൊക്കെ ഇൻഫെക്ഷൻ വരാമെന്ന് വെച്ചാൽ, ജന്മന അവിടെ ഒരു സിസ്റ്റ് പോലെ വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഫാറ്റ് കണ്ടന്റ് ഉള്ള ലൈപ്പോമ വരാം. ഇല്ലെങ്കിൽ അവിടെ നരമ്പുണ്ട്, നരമ്പിലുള്ള എന്തെങ്കിലും ഒരു ക്യാൻസറോ ഒരു ബിനൈൻ ലീഷൻ വരാം. അവിടെ രക്തക്കുഴലുണ്ട്, വെസൽസ് ഒക്കെ ഉണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ട് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ പരോട്ടിഡ് ഉമിനീര് ഗ്രന്ഥിയുണ്ട്, അതിൻ്റെ അകത്ത് ഉൾഭാഗത്തിൽ വരാം. ദേഹത്തെ എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മെറ്റാസ്റ്റൈസിസ് ആയിട്ടും അവിടെ എന്തെങ്കിലും ഒരു മുഴയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ്. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന പേഷ്യൻ്റ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്ത് റിപ്പോർട്ട് തരുമ്പം വേഗൽ ഷ്വാനോമ എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പേഷ്യൻറ്റിന്. അപ്പോൾ പേഷ്യൻ്റെ കംപ്ലൈൻറ്റ് പാരാഫാരിഞ്ചൽ സ്പേസിൽ ഒരു മുഴ ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് ആദ്യം പറയും തൊണ്ടയിൽ ഒരു വല്ലായ്മ പോലെ ഉണ്ട്. അത് കുറച്ച് ദിവസം കാണും. പിന്നെ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. പിന്നെ കഴിക്കുമ്പം ബുദ്ധിമുട്ട് തോന്നും. അത് കഴിഞ്ഞിട്ട് വെളിയിൽ കഴുത്തിൽ ഒരു മുഴ വരും. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ വിടുവാണെങ്കിൽ കഴുത്ത് അനക്കാനും കുറച്ച് ബുദ്ധിമുട്ട് വരും. വീണ്ടും അവിടെ ഒന്നും ചെയ്യാതെ വിടുവാണെങ്കിൽ അവിടെ വേറെ ഇമ്പോർട്ടൻ്റ് നരമ്പൊക്കെ ഉള്ളതുകൊണ്ട് നാക്ക് അനക്കാനും ശബ്ദം മാറാനും ഉള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെ ലേറ്റ് പ്രസൻറ്റേഷൻ ആണ്. ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് കഴുത്തിൻ്റെ ഏറ്റവും വെളിയിലത്തെ ഭാഗത്തിൽ ഇവിടെ നീരായിട്ടാണ് വന്നത്. അപ്പോൾ ആ പേഷ്യൻറ്റിനെ വാ തുറന്ന് നോക്കുമ്പം ഇവർ ടോൺസിൽസ് മീഡിയലി പുഷ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രീ സ്റ്റൈലോയിഡ് കമ്പാർട്ട്മെന്റ് ആണെങ്കിൽ ടോൺസിൽ മീഡിയലി പുഷ്ടായിരിക്കും, വെളിയിൽ കഴുത്തിൽ സ്വെല്ലിംഗ് കാണും. അങ്ങനെയല്ല പോസ്റ്റ് സ്റ്റൈലോയിഡ് ആണെങ്കിൽ ടോൺസിൽസിന്റെ ബാക്കിലാണ്, ടോൺസിൽസ് ഫ്രണ്ടിൽ കാണും, അതിൻ്റെ ബാക്കിൽ
ഒരു നീര് പൊന്തി നിൽക്കുന്ന കാണാൻ പറ്റും. കഴുത്തിലും സ്വെല്ലിംഗ് കാണും, വേദന കാണത്തില്ല, സ്വെല്ലിംഗ് കാണും. അപ്പൊ ഈ പേഷ്യൻറ്റിന് ഇത്രയും വലിയ ഒരു സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇത്രയും വലിയ സ്വെല്ലിംഗ് ഉണ്ട്, കുറച്ച് ഫേം സ്വെല്ലിംഗ് ആണ്, അനക്കമുണ്ട്, തൊടുമ്പം വേദന ഇല്ലായിരുന്നു, തോലിൻ്റെ അവിടെ ഉണ്ട്. വാ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് ഇതിൻ്റെ കൂടെ ഇൻഫെക്ഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് തോന്നിയത് ഇൻഫെക്ഷൻ കൊണ്ടാണ്, പക്ഷെ ടോൺസിൽസ് മീഡിയൽ പുഷ്ട ഇൻഫെക്ഷൻ കൂടെ ഉണ്ടുമ്പം ആദ്യം നമ്മൾ വിചാരിച്ച് ഇൻഫെക്ഷൻ ആയിരിക്കാമെന്ന്. ഇൻഫെക്ഷനൊക്കെ ട്രീറ്റ് ചെയ്ത് വരുമ്പോൾ ആണ് അറിയാം. അപ്പം എന്തൊക്കെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ പേഷ്യൻറ്റിന് ആദ്യം ട്രീറ്റ് ചെയ്തിട്ട് മാറിയില്ല. തിരിച്ചു വരുമ്പം CBC, ESR, C റിയാക്റ്റീവ് പ്രോട്ടീനൊക്കെ എടുത്തു, അൾട്രാസൗണ്ട് നെക്ക് ചെയ്തു. പിന്നെ ആ അൾട്രാസൗണ്ട് നെക്ക് ചെയ്യുമ്പം ഒരു നീഡിൽ വെച്ച് കുത്തി പരിശോധിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് വന്നോടനെ ഒരു CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തോടനെ അതിനകത്ത് റിപ്പോർട്ട് വന്നു. അപ്പോൾ അതിൻ്റെ CT സ്കാനിൻ്റെ പിക്ചറാണ്. അതാണ് ഒരു മുഴ കണ്ടില്ലേ, വലിയൊരു മുഴ പാരാഫെറിഞ്ചൽ സ്പേസിലുണ്ടായിരുന്നു. ഇത് അതിൻ്റെ ഒരു വീഡിയോ ആണ്. മാഡം ഇത് പേഷ്യന്റ് ഇത്രയേ ഉണ്ട്, അത്രയുണ്ട്. ഇപ്പോ സർജറി ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്ത ഉടനെ അവരെ അഡ്മിറ്റ് ചെയ്ത് അവരുടെ കൺസേൺ എന്താ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ഒരു കൺസേണിലേക്ക് എടുത്ത് അനസ്തീഷ്യ ഡോക്ടറിനെയും ഫിസിഷ്യനെയും കാണിച്ചു. ഇവർക്ക് ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കേണ്ടി വന്നു. അവരുടെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഓപ്പറേഷൻ ആണെങ്കിൽ ഇന്ന് രാത്രി 12 മണി മുതൽ ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല. അടുത്ത ദിവസം രാവിലെ ഓപ്പറേഷൻ. അപ്പം എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്യുന്ന കഴുത്തിൻ്റെ വെളിയിലാണ്. അപ്പം അവിടെ ബ്ലീഡിങ് വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലപ്പം ശ്വാസമുട്ടൽ വരാൻ ചാൻസ് ഉണ്ട്. ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ പാരാഫെറിഞ്ചൽ സ്പേസിൽ 4 ഇമ്പോർട്ടൻറ്റ് നരമ്പുള്ളതുകൊണ്ട് ഈ എടുക്കാൻ പോകുന്ന മുഴ അതിൻ്റെ ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണെങ്കിൽ ചിലപ്പം ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് കോംപ്ലിക്കേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം അവിടെ ഒരു ഇൻസിഷൻ ഇട്ടിട്ട് ഓരോ ലെയർ ബൈ ലെയർ ഓപ്പൺ ചെയ്ത് പാരാഫെറിഞ്ചൽ സ്പേസിൽ എത്തി ആ മുഴ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് ടെസ്റ്റിന് വിട്ടു. ഓപ്പറേഷൻ ഏകദേശം 1.5 മണിക്കൂറായിരുന്നു. തിരിച്ച് ICUയിൽ വന്ന് ഈ പൊസിഷനിലായിരിക്കും പേഷ്യൻ്റ്, പ്രോപ്ഡ് പൊസിഷനിൽ. IV ഫ്ലൂയിഡ്സും മോണിറ്ററിൽ ഹാർട്ട് റേറ്റ്, പൾസ് റേറ്റ്, ഓക്സിജൻ സാച്ചുറേഷൻ, റെസ്പിറേഷൻ, ടെമ്പറേച്ചർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ ആൻറ്റിബയോട്ടിക്കും വേദന കുറയാനുള്ള മരുന്നും കാണും. ഒരു ദിവസം കഴുത്തിൽ ഡ്രെയിൻ ഉണ്ടായിരുന്നു. ഡ്രെയിൻ ഇളക്കിയിട്ട് ഇതുപോലെ ഒരു ബാൻഡേജ് വെക്കും, പ്രഷർ ബാൻഡേജ് കൊടുക്കും. ആ ഡ്രെയിൻ ഇളക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ആ ഡ്രെയിൻ ഒരു ദിവസം കാണും, അടുത്ത ദിവസം ആകുമ്പോൾ ഇളക്കും. ചിലവർ വാക്യൂം ഡ്രെയിൻ വെക്കും. ഞാൻ ഗ്ലൗ ഡ്രെയിൻ ആണ് വെച്ചത്. ഗ്രൗണ്ട് എടുക്കുമ്പോൾ പേഷ്യൻ്റെ ഫേസ് കണ്ട് അറിയാൻ പറ്റും. പെയിനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്താൽ മാത്രം മതി. എന്നിട്ടാണ് ഈ പ്രഷർ ബാൻഡേജ് കൊടുക്കുന്നത്. ഇതാണ് പ്രഷർ ബാൻഡേജ് കൊടുത്ത് day 1. അടുത്ത ദിവസം രാവിലെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പേഷ്യൻ്റ് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക്കും വേദന കുറയാനുള്ള മരുന്നും വൈറ്റമിൻസും കൊടുത്തിട്ട് അടുത്ത എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ എല്ലാ 3 ദിവസവും കഴുത്തിൻ്റെ അവിടെ ഡ്രസ്സിങ് ചെയ്തോണമെന്ന് പറഞ്ഞ് 7-ാം ദിവസം തിരിച്ചു വിളിച്ചു. 7-ാം ദിവസം വിളിച്ച് സ്റ്റിച്ച് ഇളക്കി ബയോപ്സി റിപ്പോർട്ടും റെഡിയാണ്. അതൊരു ബിനൈൻ ലീഷനാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നു. അപ്പോൾ 5-ാം ദിവസം നമ്മുടെ അടുത്ത് വരുമ്പം 7-ാം ദിവസമാണ് വന്നത്. 5-ാം ദിവസം ഡ്രസ്സിങ്ങിന് വന്നിരുന്നു. അപ്പം ചെറിയ ബാൻഡേജ് ഇട്ട് വിട്ടു. 7-ാം ദിവസം വന്ന് സ്റ്റിച്ച് എല്ലാം ഇളക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ 7 ദിവസം വീട്ടിൽ കറക്റ്റ് സമയത്ത് കഴിക്കണം. എരിവ് കഴിക്കരുത്. കുറച്ച് തൊണ്ടവേദന അകത്തുണ്ടാവും. അത് ഇൻറ്റ്യൂബേഷൻ്റെ കാരണം കൊണ്ടാണ്. ഇരുന്നുകൊണ്ടിരിക്കരുത് ബെഡിൽ തന്നെ, വലിയ ഓപ്പറേഷൻ എന്നും പറഞ്ഞ്. വീട്ടിലെ കൊച്ചു കാര്യങ്ങളെല്ലാം നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് വെള്ളം കുടിക്കണം. കഴുത്ത് മുകളിലോട്ട് ഒരുപാട് നോക്കാൻ പാടില്ല. ഇത് 7 ദിവസം കഴിഞ്ഞിട്ടാണ് വരേണ്ടത്. അഥവാ ഈ 7 ദിവസത്തിനുള്ളിൽ ഒരുപാട് പനി വരുവാണെങ്കിലോ കഴുത്ത് ഒട്ടും അനക്കാൻ പറ്റുന്നില്ലെങ്കിലോ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് പിൻവച്ച് കുത്തുന്ന പോലെ ഒരു സെൻസേഷൻ ഉണ്ടെങ്കിലോ ചെവിയിൽ നിന്നൊരു ബ്ലീഡിങ് വല്ലതും ഉണ്ടെങ്കിലോ
സിവിയർ ആയിട്ട് ചുമയുണ്ടെങ്കിലോ ഈ 7 ദിവസം വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഉടനെ പോയി ഡോക്ടറിനെ വീണ്ടും കണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. സ്റ്റിച്ച് ഇളക്കാനും അതിൻ്റെ ബയോപ്സി ആ സമയത്ത് ബയോപ്സി റിപ്പോർട്ടും റെഡി ആയിരിക്കും. ഇങ്ങനെയാണ് ഈ പേഷ്യൻറ്റിന് വേഗൽ ഷ്വാനോമ എന്നുള്ള പാരാഫെറിഞ്ചൽ സ്പേസിലുള്ള ആ മാസം നമ്മൾ ട്രീറ്റ് ചെയ്തത്. നമസ്കാരം.